അങ്ങനെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സത്യപ്രതിജ്ഞ, BJP മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞയും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ യഥാർത്ഥ അവസ്ഥ തുറന്നു പറയാം എന്ന് നമ്മുടെ വിശ്വഗുരു ഇന്നലെ തീരുമാനിച്ചു. അങ്ങനെ രാജ്യത്തിനെ അഭിസംബോധന ചെയ്യാണ്ട് ഏതൊരു രാഷ്ട്രീയ റാലിയിൽ പാർട്ടിയിൽ പുള്ളി ഇതങ്ങ് ചാമ്പി. साथियों, हमने कोरोना के समय में वर्क फ्रॉम होम की, ऑनलाइन मीटिंग्स की। सच्चाई है कि आर्थिक तूफान आने वाला है। कोविड आया था, नरेंद्र मोदी जी ने थाली बजवाई, मोबाइल फोन की लाइट दिखवाई। अब आर्थिक तूफान आ रहा है, सामने है, करोड़ों लोगों को नुकसान होगा। 50 साल से सबसे ज्यादा बेरोजगारी आज है। कहां गए नरेंद्र मोदी? അതായത് ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഇന്ത്യ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം സംഘികളോട് വിളിച്ചു പറഞ്ഞു. ഇതുവരെ സംഘികളല്ലാത്ത ആൾക്കാർക്ക് അറിയായിരുന്നു കഴിഞ്ഞ ഈ യുദ്ധം തുടങ്ങി 2-3 മാസങ്ങളായിട്ട് ഏത് അവസ്ഥയിലോട്ടാണ് ഇന്ത്യ പോകുന്നത്. അതല്ലെങ്കിൽ നമ്മൾ അന്ന് മുതലേ നമ്മൾ ഒന്ന് പ്രിക്കോഷൻ എടുക്കണം, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് അന്ന് ചോദിച്ചപ്പം അന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞവൻ രാജ്യദ്രോഹിയായി. കാരണം 2-3 ഇലക്ഷനാണ് വന്നിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഒരു 10-30,000 കോടിയുടെ അടുത്ത് നമ്മുടെ എന്താ പറയുക പെട്രോളിയം മേഖലയിൽ കടങ്ങളും അല്ലെങ്കിൽ പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ വന്നു. ഇന്ത്യയുടെ രൂപയുടെ മൂല്യം 96 ഒക്കെ ആയില്ലേ, അങ്ങനെയൊക്കെ എത്തി. ഇനി എല്ലാം കൂമ്പ് കുത്തിയിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പം നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ നമ്മുടെ വിശ്വഗുരു നമ്മളോട് വന്ന് സംഘികളോട് വന്ന്, സംഘികളെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ വലിയൊരു അബദ്ധത്തിൽ നമ്മൾ വലിയൊരു ആപ്പിൽ ഇങ്ങനെ പെട്ടിരിക്കുകയാണ്, അതിനൂരാൻ നമ്മൾ വിചാരിച്ചാലൊന്നും നടക്കൂല, അതുകൊണ്ട് സൂക്ഷിച്ചോളാൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. സിമ്പിളായിട്ട് ഇതപ്പോൾ ഇവിടെ നടന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വലിയൊരു അവസ്ഥയിലോട്ടാണ് ഇന്ത്യ പോകുന്നത്. ഇത് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് രാജ്യദ്രോഹി അല്ലെങ്കിൽ പപ്പുവാക്കി, രാഹുൽ ഗാന്ധിനെ രാജ്യദ്രോഹിയും പപ്പുവൊക്കെ ആക്കി മാറ്റി. യഥാർത്ഥത്തിൽ പപ്പു ആക്കിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം പൊട്ടക്കണത്തിലെ തവള കുട്ടികളാക്കിയിട്ടുള്ള ഈ പട്ടിക്കാട്ടങ്ങളായിട്ടുള്ള സംഘികളായിരുന്നു പപ്പു ആക്കിക്കൊണ്ടിരുന്നത്. ജിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി, എല്ലാം കഴിഞ്ഞു എന്നുള്ള സമയത്ത് പുറത്തോട്ട് വന്ന് പറഞ്ഞു, കാട്ടങ്ങളെ നമ്മൾ പെട്ടിട്ടുണ്ട്, സകല സംഘി കാട്ടങ്ങളെ നമ്മൾ പെട്ടിട്ടുണ്ട്, നമ്മൾ ഇന്ത്യ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്, വട്ടത്തിലും നീളത്തിലും മുഞ്ചിരിക്കുക എന്നുള്ളത് പുറത്തോട്ട് വന്ന് പറഞ്ഞു. ഏതാണെങ്കിലും പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്കിത് പറയേണ്ടി വരുന്നതില്ലേ? നമ്മുടെ റിസർവ്, നമ്മൾ കരുതി വെച്ചിട്ടുള്ള ഡോളർ തീർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കയ്യിൽ സാധനമില്ല. ഇനിയും നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ ഇന്ത്യൻ്റെ പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കണമെങ്കിൽ ഈ പറഞ്ഞ ഡോളർ, നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോളറുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ കൺസംഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ പെട്ടുപോകും. നമ്മുടെ രൂപ ഇപ്പം സെഞ്ചുറി ഹിറ്റാവും. അത് ഹിറ്റാവുന്നത് മാത്രമല്ല, എല്ലാം കൊണ്ടും സാമ്പത്തികപരമായിട്ട് വലിയൊരു ക്രൈസിസിലോട്ട് ഇന്ത്യ പോകും. 2008 ക്രൈസിസ് വന്നിരുന്നു, അത് കഴിഞ്ഞ് 2013-14 സമയത്തും ക്രൈസിസ് വന്നിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പിടിച്ചു നിന്നു. കാരണം അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വിശ്വഗുരു അല്ലായിരുന്നു, ഒരു നല്ല മനുഷ്യനായിരുന്നു, വിദ്യാഭ്യാസവും വിവരവും ബോധവും സാമ്പത്തിക വിദഗ്ധനായതുകൊണ്ട് നമ്മൾ പിടിച്ചു നിന്നു അല്ലേ. അന്ന് ഈ പറഞ്ഞ ക്രൂഡ് ഓയിലിൻ്റെ വില 140 വരെയൊക്കെ പോയിട്ടുണ്ട്. 110, 120, 130, 140 വരെ പോയ സമയത്തും നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇവിടുത്തെ പെട്രോളിൻ്റെ വില ഒന്നും കൂട്ടാണ്ട് 60 രൂപ, മാക്സിമം 60 രൂപ കൊണ്ട് നിർത്തി. അത് മാത്രമല്ല, അന്ന് ഇന്ത്യയുടെ മൂല്യം നോക്കുകയാണെങ്കിലും അന്നും നമ്മൾ 55 മുതൽ 57 രൂപ വരെ എന്താ പറയുക നമ്മൾ പിടിച്ചു നിന്നു. കാരണം അന്ന് രാജ്യം ഭരിച്ചിരുന്നത് വിശ്വഗുരു അല്ലാത്തത് കൊണ്ടും ആളെ പറ്റിക്കുന്ന പരിപാടികൾ ഇല്ലാത്തത് കൊണ്ടും പിന്നെ MAയിലും BAയിലും ഒക്കെ ഫേക്ക് സർട്ടിഫിക്കറ്റ് അല്ലാത്തത് കൊണ്ടും നമ്മൾ കാര്യങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ സംഖ്യകളെ പറ്റിച്ചുകൊണ്ട് നമ്മൾ ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട് ഒരു ചായക്കാരനാണ്, അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഗോദി മീഡിയകളിൽ വന്ന് മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ വെടി പൊട്ടിക്കാൻ മാത്രം അറിയുന്ന ഒരു ഐറ്റം ആയിപ്പോയി നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നുമില്ല. പെട്ടു അത്ര തന്നെ. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട്, കഴിഞ്ഞ എനിക്ക് മാർച്ചിലാണത് പറഞ്ഞത്, നമ്മൾ പെടാൻ പോകുന്ന പെടൽ ഇതാണെന്നുള്ളത്. അതൊന്ന് കേട്ടിട്ട് വാ. सच्चाई है कि आर्थिक तूफान आने वाला है। कोविड आया था, नरेंद्र मोदी जी ने थाली बजवाई, मोबाइल फोन की लाइट दिखवाई। अब आर्थिक तूफान आ रहा है, सामने है, करोड़ों लोगों को नुकसान होगा। 50 साल से सबसे ज्यादा बेरोजगारी आज है। कहां गए नरेंद्र मोदी? कहां छुप गए हैं? അപ്പോൾ രാഹുൽ ഗാന്ധി ഇതന്ന് പറഞ്ഞപ്പം അന്ന് അയാളെ എല്ലാവരും കൂടെ മണ്ടനാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ വിശ്വഗുരു മരമണ്ടനായതുകൊണ്ടാണ് ഈ മൊത്തം സംഖ്യകളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരുന്നത്. ഏതാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ, ഒരു 7 നിർദ്ദേശങ്ങൾ, 10 നിർദ്ദേശങ്ങളുണ്ടായി. 7 നിർദ്ദേശങ്ങൾ കാര്യമായിട്ട് തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ നമുക്ക് വന്നത് എന്നുള്ളത്. അതായത് ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാം. കാരണം നമ്മൾ ഇന്ധനം മൊത്തത്തിൽ നമ്മുടെ 95% ഇന്ധനം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ് അല്ലേ. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതാണ്. ഈ ഇറക്കുമതി ചെയ്യാൻ നമുക്ക് അങ്ങോട്ട് ഡോളർ കൊടുക്കണം. ഇന്ത്യയുടെ മൂല്യം ഇത്ര അങ്ങോട്ട് കുത്തി കുഴച്ച് അല്ലെങ്കിൽ ഇങ്ങനെ മേലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇന്ത്യൻ പൈസ കൊടുത്ത് നമ്മുടെ കയ്യിലുള്ള റിസർവ് ഡോളറുകൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് ഇങ്ങോട്ട് വാങ്ങേണ്ടത്. അങ്ങനെ വാങ്ങി നമ്മുടെ കയ്യിൽ ഡോളർ ഇല്ല, നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പെട്രോൾ കിട്ടാത്തൊരവസ്ഥയിലോട്ട് പോകും. അതായത് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോരും. അതുമാത്രമല്ല, ഹോർമോസിൽ ഭയങ്കരമായിട്ടുള്ള ക്ലോസിംഗ് ഉള്ളത് കൊണ്ടും
ഇന്ത്യയുടെ കപ്പൽ വരെ അവിടെ നിന്ന് വിടാത്തത് കൊണ്ടും നമ്മുടെ പോളിസി വലിയ സെറ്റപ്പ് പോളിസി ആയതുകൊണ്ട് നമുക്ക് മുഞ്ചി തെറ്റിരിക്കാനുള്ളൂ. അതുകൊണ്ട് വിടാത്തത് കൊണ്ടും നമുക്ക് പെട്രോൾ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോരും. അതുകൊണ്ട് ഇനി പെട്രോളൊക്കെ ഒന്ന് കണ്ടും അറിഞ്ഞൊക്കെ യൂസ് ചെയ്യുക. നിങ്ങൾ കണ്ടും അറിഞ്ഞ് യൂസ് ചെയ്തിട്ട് വേണം എനിക്കൊരു 10-25 വണ്ടിയായിട്ട് ഇങ്ങനെ ഇന്ത്യ ചുറ്റിക്കൊണ്ടിരിക്കുക. എനിക്ക് ചുറ്റണം, എൻ്റെ മറ്റ് മന്ത്രിമാർക്ക് ചുറ്റണം, ഇവർക്കൊക്കെ ലോകം അല്ലെങ്കിൽ ഇന്ത്യ ചുറ്റണമെങ്കിൽ പെട്രോൾ വേണം. അതുകൊണ്ട് നിങ്ങൾ പെട്രോൾ യൂസ് ചെയ്യരുത്, അതൊക്കെ എനിക്ക് ഇങ്ങോട്ട് തരിക. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എമ്മാതിരി മറ്റേ വർത്താനം പറഞ്ഞ് നടക്കും. ഇതാണ് ഒരു കാര്യം. അപ്പം മാക്സിമം നിങ്ങൾ മെട്രോയിലും മറ്റ് ഇതിലൊക്കെ യാത്ര ചെയ്യുക. വീടുകൾ എന്താ പറയുക, വീട്ടുകളിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ പെട്രോൾ അടിച്ചിട്ട് വണ്ടിയായിട്ട് പുറത്തോട്ട് ഇറങ്ങുക. അങ്ങനെ നമുക്ക് ഇത് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളെ ഇറക്കുമതി കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇറക്കുമതി കുറച്ചിട്ട് നമ്മുടെ റിസർവ് അവിടെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. രണ്ടാമതായിട്ട് വർക്ക് ഫ്രം ഹോം എടുക്കാൻ. ഈ വർക്ക് ഫ്രം ഹോം എടുക്കുന്നത് എന്തിനാണ്? നിങ്ങൾ പെട്രോൾ അടിച്ച് ഒന്നുകിൽ ബസ്സിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബൈക്കിൽ പോകണം, നിങ്ങൾ കാറിൽ പോകണം, ഇതിലൊക്കെ പെട്രോൾ അടിച്ച് പോകണ്ടേ? അപ്പോൾ വീണ്ടും ഈ പെട്രോൾ തന്നെ വേണ്ടേ? അപ്പോൾ പെട്രോൾ ഇറക്കുമതി ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്രോളിൻ്റെ കമ്പനികൾക്ക് ഏകദേശം 30,000 കോടി നഷ്ടത്തിൽ അപ്പത്തിന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം വീടിൻ്റെ അകത്തിരുന്ന് വർക്ക് ചെയ്തോളാം. ഇതാണ് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് പാചക എണ്ണകളുടെ ഉപയോഗം 10% കുറയ്ക്കുക. അതായത് വീട്ടിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെ പാചക എണ്ണകൾ, ഓയിലും മറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഓയിൽ കുറച്ചിട്ട് മറ്റ് വേണമെങ്കിൽ ചാണകം അല്ലെങ്കിൽ പശുവിൻ്റെ മൂത്രമൊക്കെ വെച്ചിട്ട് വല്ല പരിപാടി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോ. അതല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പാചക എണ്ണയുടെ ഉപയോഗം ഏകദേശം 10% കുറയ്ക്കണം എന്നാണ് ജി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുക. കാരണം സ്വർണം നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എൻ്റെ കയ്യിലത്തെ ഇന്ത്യൻ രൂപ കൊടുത്തിട്ടല്ലേ ഞാൻ ഈ കടകളിൽ നിന്ന് സ്വർണം വാങ്ങിക്കുന്നത് നോക്കിയിട്ട് കാര്യമില്ല. കടകൾ ഈ പറഞ്ഞ സ്വർണം വാങ്ങിക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഡോളർ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡോളർ ഇല്ലാണ്ടിരിക്കുക. നമ്മൾ ഡോളർ ഇപ്പോൾ കൊടുക്കണമെങ്കിൽ, ഒരു ഡോളർ കൊടുക്കണമെങ്കിൽ 95-96 രൂപ വെച്ച് കൊടുക്കണം. അപ്പം മാക്സിമം ഈ പറഞ്ഞ സ്വർണം നിങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കുക. അപ്പം ഇത് പറഞ്ഞപ്പം കുറേ സംഖ്യകൾ വന്ന് പണ്ട് ചിദംബരം പറഞ്ഞിട്ടുണ്ട് 2013 ഇതേ ഇഷ്യൂ വന്നപ്പോൾ നിങ്ങൾ സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ഇന്ത്യയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ വെറും 57-58 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില ഹൈയിലായിട്ട് പോലും നമ്മൾ പെട്രോളിൻ്റെ വില 60 രൂപയിൽ പിടിച്ചു നിർത്തിയിരുന്നു. അതൊന്നും സംഖ്യപ്പൊട്ടന്മാർക്ക് അറിയില്ല. അന്ന് ചിദംബരം പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. ചിദംബരം പറഞ്ഞതിൻ്റെ അവസ്ഥകളും ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ക്രോഡിയ അവസ്ഥ, ചൊളിങ്ങിയ അവസ്ഥ എന്താണെന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. അന്നത്തെ ഡോളറിൻ്റെതും വിനിമയത്തിൻ്റെതും മറ്റേതും. പിന്നെ ഇന്ത്യയുടെ ഈ പറഞ്ഞ നമ്മൾ ഈ എന്താ പറയുക ഡോളറിൻ്റെ മൂല്യത്തിൻ്റെ ഒരു ശതമാനം നോക്കുമ്പോഴേ നമ്മൾ ബംഗ്ലാദേശിനേക്കാളൊക്കെ തകർന്നടിഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പോഴും ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയൊക്കെ നമ്മൾ നോക്കാറ്. അവിടുത്തെ അവരുടെ രൂപയുടെ മൂല്യം ഇടിച്ചതിനേക്കാളും ഇടിവിനേക്കാളും താഴ്ത്ത് നമ്മളാണ്. നമുക്ക് ഏകദേശം 12.5% ഇടിഞ്ഞായിരിക്കുന്നത്. അവർക്ക് ഇപ്പോഴും 8% 9% ഇടിഞ്ഞിട്ടുള്ളൂ. അതാണ് അത് പറഞ്ഞാൽ മതി. പിന്നെ അടുത്തത് വിദേശ യാത്രകൾ ഒഴിവാക്കുക. മാക്സിമം വിദേശ യാത്രകൾ നിങ്ങൾ ഒഴിവാക്കുക. വിദേശ യാത്രകൾക്ക് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഡോളറിലാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പൈസ കൺവേർട്ട് ചെയ്ത് നിങ്ങൾ വേറെ രാജ്യത്തോട്ട് പോകുകയാണെങ്കിൽ അവിടെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡോളറിലാണ് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്കാണ് ഇന്ത്യൻ റുപ്പീസിന് നമുക്കാണ് ഈ അടി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വിദേശ യാത്രകൾ ഒഴിവാക്കുക. എന്നിട്ട് വേണം അടുത്ത മാസം എനിക്ക് 5-8 രാജ്യങ്ങളിലും കൂടെ ഒന്ന് കറങ്ങി വരാനുണ്ട്. അതെ, നോർവേ അടക്കം, അല്ലെങ്കിൽ സൗദി, UAE, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു, കുറേ രാജ്യങ്ങളുണ്ട്. എനിക്ക് അവിടെയൊക്കെ പോയി ടൂർ അടിച്ച് വരാനുള്ളതാണ്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറയും എന്താണ്, ഞാൻ അവിടെ നയതന്ത്രം ചർച്ച ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നയതന്ത്രം ചർച്ച ചെയ്തിട്ടാണ് ഇപ്പോൾ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ വെറും ഒരു കോമാളിയായിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാക്സിമം യാത്രകൾ ഒഴിവാക്കുക. എന്നിട്ട് ഞാനൊന്ന് ടൂറൊക്കെ അടിച്ചിട്ട് വരാം എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ. ഇനി അടുത്തത് രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. കാരണം നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കുന്ന രാസവളങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ പുറത്തുനിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഈവൻ ഇറാനിൽ വരെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുമാണ് നമ്മൾ ഇങ്ങോട്ട് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡോളറിലാണ് ഈ സാധനങ്ങൾ വാങ്ങിക്കേണ്ടത്. കാരണം ഇന്ത്യയിൽ ഒരു വലിയൊരു കാർഷിക മേഖല ഏറ്റവും വലുതാണ്. അപ്പം ഏറ്റവും കൂടുതൽ വളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് മാറ്റി നിങ്ങൾ പശുമ്പൻ്റെ ചാണകവും ബാക്കി നല്ല നല്ല ജൈവ വളങ്ങൾ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാം. ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ കൺസപ്ഷൻ എത്രത്തോളം ഉണ്ട് പച്ചക്കറി നിൽക്കാറല്ലേ, അതിനിപ്പോഴത്തെ നമ്മളെ ഈ ഒരു ഭൗതിക സാഹചര്യത്തിൽ നമുക്ക് ഈ ജൈവവളങ്ങൾ വെച്ച് മാത്രം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എത്ര മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പം അതും പെട്ടെന്ന് നടക്കാത്തൊരു കാര്യങ്ങളാണ്. അപ്പം അതാണ് മറ്റൊരു കാര്യം. പിന്നെ പറഞ്ഞത് നിങ്ങൾ സ്വദേശി, അതായത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുക. ഇത് അണ്ണൻ പറയുന്നത് മൊത്തം ചൈന മൈക്ക് വെച്ചിട്ടും അണ്ണൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണെങ്കിലും അണ്ണൻ പോകുന്ന വണ്ടിയാണെങ്കിലും അണ്ണൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ കയ്യിൽ വെച്ച തോക്കാണെങ്കിലും സകല സാധനങ്ങളും നമ്മൾ പുറത്തുനിന്നുള്ളതാണ്. അപ്പോൾ എനിക്കിതെല്ലാം വേണം, പുറത്തുനിന്നുള്ളതെങ്കിലൊക്കെ എനിക്ക് പരിപാടി നടക്കുകയുള്ളൂ. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന വല്ല ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് അങ്ങോട്ട് സമാധാനത്തിൽ കുറച്ചു കാലം നിൽക്കുക. അതായത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ പ്രധാനമന്ത്രി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ട്, യാത്രകൾ കുറച്ചിട്ട്, അതല്ലെങ്കിൽ എന്താ പറയുക ഈ വണ്ടികളുടെ എണ്ണം കുറച്ചിട്ട്, സ്വദേശി വൽക്കരണ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് ഇയാൾ കാണിച്ചു തന്നാൽ ഇയാളെ നമുക്കൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കരുത്. ഒന്നും ഇല്ലാണ്ട് എനിക്കെല്ലാം ആവാം. അതായത് ആശാന് നിന്ന് പാത്തിക്കഴിഞ്ഞാൽ മക്കൾ നടന്ന് പാത്തുന്ന പറഞ്ഞ അവസ്ഥ. ആശാൻ ഇവിടെ നടന്ന് പാത്തിക്കൊണ്ടിരിക്കുകയാണ്, മക്കളെ നിങ്ങൾ നിന്നേ പാത്താവും, അതായത് മൂത്രയ്ക്കും. അതാണ് അണ്ണൻ ഇപ്പം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതാണെങ്കിലും
നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ ട്രാപ്പിൽ പെട്ടിരിക്കുക. നമ്മൾ നല്ല പല രാജ്യങ്ങളും ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഇത്രയും കാലം ഈ ഒരു യുദ്ധം തുടങ്ങി, യുദ്ധത്തിൻ്റെ കാര്യം മാത്രമല്ല, ഈ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ എന്ന് മുതലാണ് അമേരിക്കയിൽ തെറ്റിയത്, അതായത് നമ്മുടെ ഫോറിൻ പോളിസീസ് വളരെ വീക്കായി തുടങ്ങിയത് എന്നുള്ളത് നമുക്കറിയാം. അത് ഈ വർഷം ആദ്യം മുതലേ നമ്മളെ ഫോറിൻ പോളിസീസ് മൊത്തത്തിൽ താറുമാറായിട്ട് അന്ന് മുതൽ ഇന്ത്യയുടെ പൈസ 85, 88, 89, 90, 95 അങ്ങനെ പോയതാണ്. ഇപ്പോൾ യുദ്ധം വന്നിട്ട് 2 മാസം കൊണ്ട് നമ്മൾ 92 നിന്ന് 95 വരെ എത്തിയിട്ടുള്ളൂ. അതിൻ്റെ മുമ്പേ നമ്മൾ ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ടിരിക്കുക, കുത്തരത്തായിക്കൊണ്ടിരിക്കുക. ഈ മാസം അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ വേൾഡ് എക്കോണമിയിൽ നമ്മൾ 3rd എത്തുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 6ൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായില്ല, നിങ്ങളെ പരമ പറ്റിക്കല്ല പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വ ചക്കക്കുരും കൂട്ടരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെന്നുള്ളത് ചിന്തിച്ചാൽ മതി നിങ്ങൾ. പക്ഷേ സംഖ്യകൾ വന്ന് പറയും, നീ ഒന്ന് അങ്ങോട്ട് നോക്ക്, നീ ഇങ്ങോട്ട് നോക്ക്, നീ അവിടെയൊക്കെ നോക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കുന്ന സമയത്തും നമ്മുടെ വളർച്ചയുടെ പെർസെൻറ്റേജ് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ വളർച്ചയുടെ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാലല്ലോ വളരെ, അതായത് നമ്മളെയൊക്കെ താന്ന രാജ്യങ്ങൾ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇങ്ങനത്തെ ഉള്ള രാജ്യങ്ങൾ എടുത്ത് നോക്ക്. ഇവന്മാരുടെ തകർച്ചയേക്കാൾ വലിയ തകർച്ചയല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ പോളിസികൾ, നമ്മുടെ ഗുരു പോളിസികൾ ഭയങ്കര സംഭവമായതുകൊണ്ടാണ്. അപ്പം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം വരാൻ പോകുന്നില്ല. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. മാക്സിമം കൺട്രോളൊക്കെ ചെയ്ത് നിൽക്കുക. ഇനിയെങ്കിലും ഇത്രയും 2 മാസങ്ങളായിട്ട് നമ്മളെ ഈ ഇലക്ഷനും കാര്യങ്ങളിലൊന്നും മുന്നോട്ട് പറയാണ്ട് മിണ്ടാണ്ടിരുന്നാണ്. ഇപ്പോൾ കയ്യിൽ നിന്നെല്ലാം പോയി. ഇത് 2 മാസം മുമ്പേ നമ്മളൊന്ന് കൺട്രോൾ ചെയ്തിരുന്നേ കുറേയും കൂടെ കിട്ടിയേനെ നമുക്ക്. കാരണം നമ്മൾ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ 2014 മുതൽ 2026 വരെയുള്ള സമയം കൊണ്ട് നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു നിന്നിട്ട് പോലും നമ്മുടെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഗവൺമെൻറ്റും ഈ പറഞ്ഞ അംബാനിയും അദാനി, റിലയൻസും ബാക്കിയുള്ളവരും. അപ്പോൾ അവർ മാക്സിമം ഉണ്ടാക്കേണ്ടത് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ₹1 100 ലെവലിലോട്ട് ബിസിനസ് വളർന്നിട്ടുണ്ടെങ്കിൽ 100%, 500%ഒക്കെയാണ് അദാനിൻ്റെ ബിസിനസ് വളർന്നത്. അപ്പോൾ നമ്മളെ പിഴിഞ്ഞ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമുക്ക് എന്തുകൊണ്ട് ഈ പെട്രോളിൻ്റെ വില നിങ്ങൾ നോക്കുക, അമേരിക്കയിൽ പെട്രോളിൻ്റെ വില കൂടി, ചൈനയിൽ പെട്രോളിൻ്റെ വില കൂടി, ഈ പറഞ്ഞ UAE വരെ പെട്രോളിൻ്റെ വില കൂടി, നമ്മൾ പെട്രോളിൻ്റെ വില കൂട്ടിയിട്ടില്ല. കാരണം എന്താണ്? ഇത്രയും കാലം നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ക്രൂഡ് ഓയിലിൻ്റെ വില മാറുന്നതനുസരിച്ച് 2017 പുതിയ റൂള് പ്രകാരം ക്രൂഡ് ഓയിലിൻ്റെ വില മാറുന്നതനുസരിച്ച് പെട്രോളിൻ്റെ വില മാറണമെന്നാണ്. പക്ഷേ ഇന്ത്യയിൽ മാറിയിട്ടില്ല. ക്രൂഡ് ഓയിലിൻ്റെ വില ഇങ്ങനെ താന്ന് 70-ലും 60-ലും എത്തിയപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്ന 110-നാണ്. അത് നമ്മുടെ മാക്സിമം പിഴിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് കാലം അല്ലെങ്കിൽ 1-2 മാസം നമ്മുടെ ഗവൺമെൻറ് പറയാണ്, മോനെ ഇപ്പം എന്താ പറയുക, ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾ അതുകൊണ്ട് കൂട്ടരുത്, കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വിശ്വഗുരുവിൻ്റെ പ്രതിച്ഛായ ഒരുമാതിരി കോണം കുത്തിയ പോലെ ഇരിക്കും, അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവന്മാരെ പിടിച്ചു വെച്ചു. അവന്മാരല്ലെങ്കിൽ എപ്പോഴേ കൂട്ടിയെന്നൊക്കെ അങ്ങനെ 30,000 കോടി നഷ്ടപ്പെട്ടു. ഇനി സബ്സിഡി കുറയ്ക്കും, ഇനി പാചകവാദങ്ങളുടെ സബ്സിഡി, ബാക്കി സബ്സിഡി, മറ്റേ സബ്സിഡി ഒക്കെ പറഞ്ഞ് കുറച്ചിട്ട് നമ്മളെ തന്നെ പിഴിഞ്ഞ് 30,000 കോടി ഉണ്ടാക്കി കൊടുക്കും. അത് നമ്മുടെ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ എന്താ പറയുക ക്രൂഡ് ഓയിൽ കമ്പനികൾക്കും റിലയൻസ് പോലെ കമ്പനികൾക്കും ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾ ബേജാറുണ്ട്, അത് അടുത്ത് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം വീണ്ടും വട്ടത്തിൽ മൂഞ്ചി തെറ്റും, അത് വേറെ കാര്യം. അപ്പോൾ ഇത്രയും കാലം ഇതുണ്ടായത്. മറ്റ് രാജ്യങ്ങളിൽ പെട്രോളിൻ്റെ വില കൂട്ടാത്ത രാജ്യങ്ങൾ, ഒന്ന് റഷ്യ, ഒന്ന് ഇറാൻ, ഇത്രയും യുദ്ധം ഉണ്ടായിട്ട് ഇറാനിൽ പെട്രോളിൻ്റെ വില കൂട്ടിയിട്ടില്ല. ഇറാഖ്, സൗദി, ഇത്രയും രാജ്യങ്ങളൊക്കെയാണ് പെട്രോളിൻ്റെ വില കൂടാത്തത്. കാരണം എന്താണ്? അവർക്ക് റിസർവ് അത്രയുണ്ട്. ഇന്ത്യയിൽ റിസർവ് അത്ര ഉള്ളത് കൊണ്ടല്ല, രാഷ്ട്രീയം ഉള്ളതുകൊണ്ടും അതേപോലെ ഈ 3 ഇലക്ഷൻ ഉള്ളതുകൊണ്ടും നമ്മൾ പിടിച്ചു വെച്ചു. ഇനി ഇവിടെ അങ്ങോട്ട് നമ്മളെ വീണ്ടും പിഴിഞ്ഞ് നമ്മളെടുക്കും. നമ്മുടെ GST എങ്ങനെയായിരുന്നു? ഡബിൾ GST ഇട്ട് നമ്മളിടുന്ന ശേഷം 8 ലക്ഷം കോടി പിഴിഞ്ഞതിന് ശേഷം വന്നിട്ട് കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് GST ഇനി ഫ്രീ ആക്കി തരാൻ പോകുന്നത്. എന്താ പിഴകളൊക്കെ പിഴിഞ്ഞിട്ടുണ്ട്. ഒറിജിനലിലോട്ട് നമ്മൾ ഇപ്പോഴാണ് എത്തിയത്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പെട്രോളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സംഘികൾക്ക് ഇത് വലിയ എഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് സംഘികൾ മാക്സിമം കാളവണ്ടിയിലും ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് പശുവിൻ്റെ ചാണകം മൂത്രമൊക്കെ കഴിക്കുന്നതുകൊണ്ട് സംഘികൾക്ക് വലിയ എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അവർക്ക് വരെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിളായിട്ട് നമ്മളിങ്ങനെ തമാശ രൂപത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. യുദ്ധം ഇനിയും മുന്നോട്ട് പോവാണ്. അത് യുദ്ധത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ പോളിസീസ്, നമ്മൾ അമേരിക്കയായിട്ടുള്ള ടൈപ്പുകളും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ടൈപ്പുകളും ഇതേ അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ ഇനി അടുത്തൊന്നൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല മോനെ. ആ അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതാണെങ്കിലും സർക്കാരിൻ്റെ നിലപാടുകളൊക്കെ വളരെ രസകരമായിട്ടിരിക്കുന്നു. ഇത് വിവരമുള്ള ആളുകളോട് ചോദിക്കണം. സംഘികളോട് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. സംഘികളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പലതരത്തിലുള്ള മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക് ആണ്, നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. അതൊക്കെ വെറും തട്ടിപ്പാണ്, ഒക്കെ ഉടായ്പാണ്. അറിവും ബുദ്ധിയും വിവരമുള്ള ആൾക്കാരോട് ചോദിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. സംഘിനോണ്ടല്ലാതെ വേറെ ആരോണ്ട് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. അതല്ലെങ്കിൽ നിങ്ങളോട് റെയിൻ ഗോ അവേ എന്നൊക്കെ പറഞ്ഞ് പാട്ടി നിങ്ങളുടെ അവിടുന്ന് പാട്ടി പായിപ്പിക്കും. വേണമെങ്കിൽ ശശികലയോട് ചോദിച്ചൊരു ഉള്ളി വന്ന് നിൻ്റെയൊക്കെ അണ്ണാക്കിലിട്ട് പറയും, നീ ഓടിക്കുക, പെട്രോളിനൊക്കെ സ്പീഡിൽ നിന്ന് ഓടാൻ പറ്റുന്നൊക്കെ പറയും. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ അടുത്ത വീഡിയോ കാണാം. ബൈ.